അപ്പോ DK നാളെ രാവിലെ തിരികെ എത്തും. അതെ, നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടെന്നാ ഡോക്ടർമാര് പറയുന്നത്. ആ കുത്തൊരല്പം കൂടി ആഴത്തിൽ പോയിരുന്നെങ്കിൽ DK ഇപ്പൊ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. എന്തായാലും DKക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. സത്യത്തിൽ ആരായിരിക്കും മായച്ച ഇത് ചെയ്തത്? മായച്ചക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? അതെനിക്കെങ്ങനെ അറിയാം? അതിന്റെ പിന്നിൽ ആരൊക്കെ ആയാലും അവസാനം അതെല്ലാം നമ്മുടെ പെടലിക്ക് വന്ന് വീഴുന്നതാണല്ലോ ഇവിടുത്തെ തമാശ. SK അല്ല കുത്തിയതെന്നാ DK തറപ്പിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താരയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടണ്ടേ മയേച്ചി? ഉത്തരം കിട്ടിയതെന്താ? യൂണിവേഴ്സിറ്റി പരീക്ഷ. ആ മൂർത്തിയെ പോലെ എത്ര പേര് DKയുടെ കയ്യിൽ നിന്ന് പണി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവരിൽ പലരും ഒരുപാട് വട്ടം DKക്കെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. അവരിൽപ്പെട്ട ആരെങ്കിലും ആയിക്കൂടെ ഇതൊക്കെ ചെയ്തത്? ആവാം, പക്ഷേ നമ്മളാണല്ലോ ഇപ്പൊ ഈ വീട്ടിലെ നോട്ടപ്പുള്ളികൾ. ആ ജ്യോതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ കുരുക്കാനുള്ള വഴി ആലോചിച്ചോണ്ടിരിക്കുക. വേണമെങ്കിൽ ഇതും കൂടി അവള് നമ്മുടെ തലയിൽ കയറ്റിവെക്കും. അതിനവസരം കൊടുക്കരുത്. ആരെന്തു ചോദിച്ചാലും കൃത്യമായ ഒരു മറുപടിയും പറയരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് കുഴിയിൽ ചാടരുത്. ആര് ചോദിച്ചാലും DK കുത്തിയത് SK ആണ്. നമുക്കത്രേ അറിയൂ. നമ്മൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ ഗുണം? സത്യം അതല്ലെങ്കിലോ? സത്യം എന്താണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. അതല്ലെങ്കിൽ DK നേരിട്ട് കണ്ടുപിടിക്കട്ടെ. പക്ഷേ നമ്മൾ അതിന്റെ ഒരു പക്ഷത്ത് നിൽക്കാൻ പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. തൽക്കാലം അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. SK ഇതുവരെ മുറിന്ന് ഇറങ്ങിയിട്ടില്ല. ആകപ്പാടെ ഒരു ഡിപ്രഷൻ മൂഡിലാന്ന് തോന്നുന്നു. തിരിച്ചു വരുന്ന DKയുടെ മനസ്സിലെ ചിന്ത എന്താണെന്ന് ആർക്കറിയാം? DKയിൽ മാറ്റമുണ്ട്. അതിന്റെ തെളിവാ പരാതിയില്ലാന്ന് എഴുതി കൊടുത്ത് അനിയനെ പുറത്തിറക്കിയത്. അത് നമ്മൾ സൂക്ഷിക്കണം. DKയുടെ ഉള്ളിൽ എന്താണെന്ന് കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് തൽക്കാലം മൗനം പാലിക്കുന്നതാ നമുക്ക് നല്ലത്. ഇത് DKയുടെ രണ്ടാം ജന്മം തന്നെയാ. DKയുടെ മനസ്സിൽ നമ്മുടെ അമ്മായിയമ്മ എന്തൊക്കെ വിഷം കുത്തിവെച്ച് കാണുമെന്ന് ആർക്കറിയാം? അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടും സൂക്ഷിച്ചേ നീങ്ങാവൂ. മൈലിറ്റിൽ കണ്ട നീ ഇവിടെ ഉണ്ടായിട്ടും എന്റെ മോൻ ഇങ്ങനെ സംഭവിച്ചതില്ല എന്റെ സങ്കടം. ഇരുട്ടാണെങ്കിലും അകക്കണ്ണിൽ നിനക്ക് ലൈറ്റ്സ് ഉണ്ടല്ലോ, അപ്പൊ നിനക്കത് കണ്ടുകൂടായിരുന്നു? ഓക്കെ, എന്തായാലും ഹാപ്പൻ. അതാരാണെന്ന് നീ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടുപിടിച്ചു തരണം. ഞാൻ നിന്നോടല്ലാതെ ആരോടാ ഇതൊക്കെ പറയുന്നത്? ഹെൽപ്പ് മീ കണ്ണ, ഹെൽപ്പ് മീ. കൃഷ്ണ, ഗുരുവായൂരപ്പ.
സൂക്ഷിച്ചു. ഡി കെ അമ്മ എവിടെ? പൂജാമുറിയിലുണ്ട്. കാറിനകത്ത് ബാഗുണ്ട്, അതൊക്കെ എടുത്ത് വെച്ചേക്ക്. വടിക്ക്. കണ്ണാ, എന്റെ മോനെ കാത്തോളണേ. ആ മോനെ, സൂക്ഷിക്കണം. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാ. എന്ത് സൂക്ഷിക്കണമെന്നാ സ്വാമി പറയുന്നത്? എല്ലാം. സ്വന്തം നിഴലിനെ പോലും. ശത്രു തൊട്ടരികിലെത്തിക്കഴിഞ്ഞു. നോക്ക്, ഡി കെ ഇതെന്തായി കാണിക്കുന്നത്? ഇന്നുവരെ ഡി കെ അമ്മയ്ക്ക് വേണ്ടിയല്ലാതെ ഒരിടത്തും തൊഴുതിട്ടില്ല. നീ നോക്കി, ഡി കെ കണ്ണനെ തൊഴുന്നു. ഡി കെയുടെ കിളി പോയിന്ന് തോന്നുന്നു. മഹിസാൻ, അമ്മ എന്തായി കാണുന്നത്? അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്പലങ്ങളിലൊക്കെ വരുമ്പോഴും അവിടെയെങ്ങും ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്റെ ദൈവം ഊണിലും ഉറക്കത്തിലും എല്ലാം എന്റെ അമ്മയായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അമ്മയുടെ ഈ കണ്ണന എന്നെ രക്ഷിച്ചത്. എന്റെ കണ്ണ, മൈ ലിറ്റിൽ കണ്ണ എന്ന് അമ്മ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കലർത്തി കണ്ണനോട് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിരിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ പ്രാർത്ഥന കണ്ണന് മനസ്സിലായി. മൈ ലിറ്റിൽ കണ്ണ, ഞാൻ ഹാപ്പിയായി. ഇപ്പോഴെങ്കിലും നിനക്ക് കണ്ണനെ വിശ്വാസമായല്ലോ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ. ഈശ്വരനൊരു വിളക്കാണമ്മേ. അത് തെളിയുന്നത് നമ്മുടെ ഉള്ളിലാണെന്ന് മാത്രം. നമ്മളതറിയാൻ ചിലപ്പോൾ ലേറ്റാവും, അത്രയേ ഉള്ളൂ. അപ്പൊ ദൈവവിശ്വാസം വരാൻ ആരെങ്കിലും കത്തിക്ക് കുത്തേണ്ടി വന്നു. വയ്യാത്തതല്ലേ, കൂടുതൽ നിൽക്കണ്ട, മുറിയിലേക്ക് പോവാം. അമ്മേ. എന്റെ കൃഷ്ണ,